നമ്മൾ ലോകത്തിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പലവിധ ക്ലേശങ്ങൾ നമുക്കറിയാം. ഒരുപാട് ക്ലേശത്തിൻ്റെ സമയമാണിത്. യുദ്ധങ്ങൾ, യുദ്ധക്കെടുതികൾ മൂലം ജനം പൊറുതിമുട്ടുകയാണ്. ഭക്ഷ്യവിഷയങ്ങൾ ഇന്നത്തെ ഒരു പ്രധാന ന്യൂസാണ്. ഇന്ത്യയിൽ എണ്ണ വേണ്ട വിധം ലഭിക്കുന്നില്ല. ഡീസലിനും പെട്രോളിനൊക്കെ വില കൂടും. പല രാജ്യങ്ങളിൽ ലോക്ക്ഡൗൺ പോലെയുള്ള അവസ്ഥയിലേക്ക് പോയി. ഭക്ഷ്യപ്രശ്നങ്ങളുണ്ടാകും, വിലകയറ്റങ്ങളുണ്ടാകുന്നു, വരുമാനം കുറഞ്ഞു, ചെലവുകൾ ഒരുപാട് വർദ്ധിച്ചു. അതൊരു ദേശത്തൊരു രാജ്യത്ത് മാത്രമല്ല, ലോകം മുഴുവൻ ജനനട്ടം തിരിയുകയാണ്. സാമ്പത്തികമായ ദുരിതങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതിന് കൂടെ ചില പകർച്ചവ്യാധികൾ, യുദ്ധക്കെടുതികൾ, പ്രകൃതിക്ഷോഭങ്ങൾ എന്ന് വേണ്ട സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ. ലോകത്തിൻ്റെ ആശ്വാസം എടുത്തുമാറ്റപ്പെട്ടൊരവസ്ഥ. ഞാൻ വിശ്വസിക്കുന്നു ഇനി ലോകത്തിന് പഴയതുപോലെ ജീവിക്കാൻ പറ്റില്ല. ആഭ്യന്തര കലഹങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങൾ, ലോകത്തിൽ പല രാജ്യങ്ങളിൽ യുദ്ധങ്ങൾ, പല രാജ്യങ്ങളിലും ഇന്റേണലായി നടക്കുന്ന പല സമരങ്ങൾ, കലാപങ്ങൾ, വയലൻസ്. ലോകം ഇന്ന് ഒരുപാട് അസ്വസ്ഥമാണ്, കലുഷിതമാണ് സഹോദരങ്ങളെ. ഇത് അവിചാരിതമല്ല, ഇതെല്ലാം കാലത്തിന്റെ അടയാളങ്ങളാണ്. ഇതെന്താ നമ്മോട് വിളിച്ചു പറയുന്നത്? കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട സമയം, ദൈവകരുണയിലേക്ക് ആത്മാക്കളെ കൊണ്ടുവരേണ്ട സമയം, കർത്താവിന്റെ കരുണ കടലിൽ അസംഖ്യം ആത്മാക്കളെ മുക്കി പ്രാർത്ഥിക്കേണ്ട സമയം. ഹല്ലേലൂയ, സ്തുതിക്കുന്നു കർത്താവേ. നിങ്ങൾ ടെലിവിഷനിലൂടെ മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ചങ്ക് പൊട്ടി നിലവിളിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. കർത്താവേ, അവിടുത്തെ കരുണ കൊണ്ട് എന്നെ പൊതിയണം, എന്റെ കുടുംബത്തെ വിശുദ്ധീകരിക്കണം, എന്റെ തലമുറകളെ സുഖപ്പെടുത്തണം, എന്റെ സഭയെ നവീകരിക്കണം, ലോകം മുഴുവനെയും വിശുദ്ധീകരിക്കണം. കർത്താവിന്റെ കരുണയ്ക്ക് മാത്രമേ ഈ ലോകത്തെ മാറ്റുവാൻ സാധിക്കുള്ളൂ, ഈ ലോകത്തെ രൂപാന്തരപ്പെടുത്താൻ സാധിക്കുള്ളൂ. നമ്മുടെ ജീവിതങ്ങളെ ട്രാൻസ്ഫോം ചെയ്യാൻ, നമ്മുടെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കാൻ കർത്താവിന്റെ കരുണയ്ക്ക് മാത്രമേ സാധിക്കൂ. കരുണയ്ക്ക് മാത്രമേ സാധിക്കൂ. കർത്താവിന്റെ കാരുണ്യം ശാശ്വതമാണ്. 100-ാം സങ്കീർത്തനം 5-ാമത്തെ വചനം. കർത്താവിന്റെ കാരുണ്യം മാറ്റമില്ലാത്തതാണ്, അത് മാറിപ്പോകാത്തതാണ്, അതെന്നേക്കും നിലനിൽക്കുന്നതാണ്. ഈ വചനം വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. സ്തുതിക്കുന്ന കർത്താവ്. വളരെ ക്ലേശങ്ങൾ നിറഞ്ഞൊരു സമയം. ഈ ക്ലേശപൂർണമായ സമയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ കരുണയിൽ അഭയം തേടണം, കർത്താവിൻ്റെ കരുണയിൽ നമ്മൾ ആശ്രയിക്കണം. വേറെ ഒരു വഴിയില്ല സഹോദരങ്ങളെ. നിങ്ങളിതിന് പുച്ഛിക്കരുത്, നിസ്സാരമായി കാണരുത്. ഈ മെസ്സേജ് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുമ്പോൾ ഇതിനെ ലാഘവമായി നിങ്ങൾ തള്ളിക്കളയരുതേ. ക്ലേശങ്ങൾ നിറഞ്ഞ, പ്രതിസന്ധികൾ നിറഞ്ഞ, സഹനങ്ങൾ നിറഞ്ഞ, ദുരിതങ്ങൾ നിറഞ്ഞ, കഷ്ടതകൾ നിറഞ്ഞ ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ കരുണയിൽ അഭയം തേടണം. കർത്താവിൻ്റെ കാരുണ്യത്തെ നമ്മൾ ആശ്രയിക്കണം. ദൈവകരുണയ്ക്ക് മാത്രമേ നമ്മെ നിലനിർത്തുവാനായിട്ട് സാധിക്കും. ബാക്കിയെല്ലാം മാറ്റപ്പെട്ടു പോകും, ബാക്കിയെല്ലാം എടുത്തു മാറ്റപ്പെടും. ഇത് മറക്കരുത്, നിങ്ങൾ മറക്കരുത്. പൗലോസ്ലീഗ സത്യം സഭയോട് പറഞ്ഞു. പ്രവചനാത്മാവിൽ പൗലോസ്ലീഗ എന്താ സഭയോട് പറഞ്ഞത്? തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വചനം. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. എത്ര ശക്തമാണ് ഈ വചനം! ക്ലേശപൂർണമായ സമയങ്ങൾ വരും. നമ്മളത് ഈറ്റുനോവ് ആരംഭിച്ചു കഴിഞ്ഞ സഹോദരങ്ങളെ. യൂറോപ്പിലും അമേരിക്കയിലും ഇതിന് നമ്മുടെ നാട്ടിലും ലോകം മുഴുവനും പല വിധത്തിലുള്ള ക്ഷാമങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ. സയൻസ് അതിന് പറയും ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനമെന്ന്. എന്നാൽ പരിശുദ്ധ ബൈബിൾ വചനം പഠിച്ച് ഭക്ഷിച്ച് ധ്യാനിക്കുന്നവർക്ക് അറിയാൻ പറ്റും, വെളിപാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രപഞ്ച വ്യതിയാനങ്ങളുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അതിൻ്റെ അടയാളങ്ങളാണ് ഇന്ന് കാലാവസ്ഥ വ്യതിയാനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രകൃതിക്ഷോഭങ്ങൾ, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു.
സയൻസിന് അതിന് ഒരുപാട് പേരുകൾ പറയാൻ പറ്റും, പ്രതിഭാസങ്ങൾ പറയാൻ പറ്റും. ദൈവവചനം ധ്യാനിക്കുന്നവർക്കും വചനം അറിയുന്നവർക്കും മനസ്സിലാകും ഇതൊന്നും അവിചാരിതങ്ങളല്ല, ഇതൊക്കെ പ്രപഞ്ച വ്യതിയാനങ്ങളുടെ സമയമാണ്. വെളിപാട് ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവമക്കളെ. ഇത് ചുമ്മാ കഥ പറയുന്നൊരു അനുഭവമല്ല. ദൈവത്തിന്റെ വചനം പരാജയപ്പെടില്ല. ആകാശം ഭൂമി മാറിയാലും കർത്താവിന്റെ വചനം മാറിപ്പോവില്ല, മാറിപ്പോവില്ല സഹോദരൻ. അത് മാറ്റമില്ലാത്ത വചനമാണ്. നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. ക്ലേശപൂർണമായ സമയങ്ങൾ, ഒട്ടും ചൂട്, എന്തൊരു ചൂടല്ല സഹോദരങ്ങളെ. നമ്മളങ്ങ് ടയേർഡായി പോവുക, അതുപോലെ ക്ഷീണിച്ച് അവശത വരുന്നു. ചില രാജ്യങ്ങളിൽ അതിശൈത്യം, അതികഠിനമായ തണുപ്പ്. ഓരോ വർഷം നമ്മുടെ ചൂട് വർദ്ധിച്ചു വരിക. സഹോദരങ്ങളെ, വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ഇന്ന് ലോകം കടന്നു പോകുന്നത്. ക്ലേശപൂർണമായ സമയങ്ങൾ. ഇവിടെയെല്ലാം നമുക്ക് ആശ്രയിക്കുവാൻ, അഭയം തേടാൻ ഒന്നേയുള്ളൂ, കർത്താവിൻ്റെ കരുണ. കർത്താവിൻ്റെ കരുണയിൽ നമ്മൾ ആശ്രയിക്കണം. വെളിപാട് പുസ്തകം 3:10 നിങ്ങൾ ഒരു സെക്കൻഡ് ഇങ്ങോട്ട് നോക്കി. നിങ്ങൾ ഇതിന് അർത്ഥം മനസ്സിലാക്കണം. ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും സഹോദരി ഇനിയുള്ള നാളുകളിൽ. ദുരന്തങ്ങളായും പ്രകൃതിക്ഷോഭങ്ങളായും യുദ്ധങ്ങളായും യുദ്ധക്കെടുതികളായും അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധികളായും കലഹങ്ങളായും അതുപോലെ വയലൻസായും ഭീകര പ്രവർത്തനങ്ങളായും ഒരുപാട് ലോകത്തിൽ പല പകർച്ചവ്യാധികളായി പല പല വിനാശങ്ങൾ ലോകത്തിലുണ്ടാകും. പരീക്ഷണങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. അപ്പോഴൊക്കെ നമ്മളെ സംരക്ഷിക്കുന്നത് കർത്താവിൻ്റെ കരുണാർദ്രമായ ഹൃദയമാണ്. ആ കരുണയിലേക്ക്, ആ കരുണാർദ്രമായ ഹൃദയത്തിലേക്ക് ആരെല്ലാം തങ്ങളെ തന്നെ സമർപ്പിക്കുന്നുവോ അവർ സുരക്ഷിതരായിരിക്കും, അവർ സുരക്ഷിതരായിരിക്കും. വെളിപാട് പുസ്തകം 3:10. അപ്പം അതിനെ നിങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ച്. സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കും. സകല ഭൂവാസികളെയും പരിശോധിക്കാൻ ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങള് നിങ്ങൾ ശ്രദ്ധിച്ചേ. പരീക്ഷണങ്ങളുടെ വിവിധ പരീക്ഷണങ്ങൾ ഞാൻ പറഞ്ഞില്ല. ഭൂകമ്പങ്ങളായി, ഭൂമികുലുക്കങ്ങളായി, പകർച്ചവ്യാധികളായി, പ്രകൃതിക്ഷോഭങ്ങളായി, ഭീകര പ്രവർത്തനങ്ങളായി, കലഹങ്ങളായി, അക്രമങ്ങളായി, യുദ്ധങ്ങൾ, യുദ്ധക്കെടുതികളുമായി. എൻ്റെ സഹോദരങ്ങളെ, പലവിധ പരീക്ഷണങ്ങളിലൂടെ ലോകജനത കടന്നു പോകേണ്ട സമയങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് ദൈവകരുണയുടെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. വെറും ഭൗതികമായ നന്മകൾക്ക് വേണ്ടി, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ല ഇത്. നമ്മുടെ ആത്മരക്ഷയ്ക്കും അനേകരുടെ ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി യാചിക്കേണ്ട നാളുകള്, ദൈവകരുണയ്ക്ക് വേണ്ടി നിലവിളിക്കേണ്ട സമയം, കർത്താവിൻ്റെ കരുണയിൽ ഞാനും നിങ്ങളും അഭയം തേടേണ്ട സമയം.